ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളിലേക്കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. രാത്രിയിൽ തന്നെ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ വീട്ടിൽ വീണ്ടും നിശാഗന്ധി പൂത്തിരിക്കുകയാണ് കേട്ടോ. ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരു 8 പൂക്കളുണ്ട് കേട്ടോ. ഇനിയും 3-4 മുട്ടുകളും ഉണ്ട് കേട്ടോ. ഇത് ഇലയിൽ നിന്നാണ് വിടരുന്നത്. പിന്നെ അച്ഛൻ്റെ ആ ഒരു സൈഡിലോട്ടൊരു ലൈറ്റൊക്കെ ഇട്ട് വന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ലൈറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ല അടിപൊളി മണവുമാണ്. എന്താ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. 1-2 പൂക്കളൊക്കെ ഒരിടത്തൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 8 പൂക്കളൊക്കെ ഒരുമിച്ച് ഉണ്ടാകുമെന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്കൊരു കാര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ നിശാഗന്ധിയുടെ തൈ വേണ്ടവരുണ്ടെങ്കിൽ, അതായത് തൈയിൽ നിന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഇലയിൽ നിന്നാണ് കേട്ടോ മുട്ട ഉണ്ടാകുന്നത്. അത് വേണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയും 3-4 മുട്ടുകൾ വിടരാനും ഉണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു. അതും ഓണ സമയത്ത് തന്നെ. ഇത് ഉത്രാടത്തിന് മുമ്പ്, പൂരാടത്തിന് അന്ന് രാത്രിയിലാണ് കേട്ടോ ഇത് വിരിഞ്ഞത് കേട്ടോ. ഇതൊരു 7 മണി തൊട്ടേ വിരിയാൻ തുടങ്ങി. സാധാരണ 12 മണി ആകുമ്പോഴാണ് കറക്റ്റ് വിരിഞ്ഞ് വരുന്നത്. പക്ഷെ ഞാനതൊരു 10:45 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മണവുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേണ്ട ഒരു കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. പുതിയൊരു വീഡിയോ ഇട്ടിരുന്നത്. സ്റ്റേ ട്യൂൺ. ബൈ.